മിശിഹായിൽ എത്രയും സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, കുർബാനയുടെ ആരംഭത്തിൽ അനുസ്മരിപ്പിച്ചതുപോലെ ഇന്ന് കേരള സഭ മദ്യ ലഹരി വിരുദ്ധ ഞായറായി ആചരിക്കുകയാണ്. അതിരൂപതാ തലത്തിൽ തന്നെയുള്ള പരിപാടികളുടെ ഉദ്ഘാടനം എന്ന നിലയിലാണ് മുണ്ടത്തിക്കോട് മദ്യവിരുദ്ധ സമിതി യൂണിറ്റിൻ്റെ താല്പര്യപ്രകാരം ബഹുമാനപ്പെട്ട ഫ്രാങ്കോ അച്ഛൻ്റെ പ്രത്യേക അനുവാദം അനുസരിച്ച് ഇന്ന് ഈ തിരുക്കർമ്മങ്ങൾക്ക് ഞാനിവിടെ ആയിരിക്കുന്നത്. സർവപ്രധാനമായൊരു കാര്യം അഭിമന്യ പിതാവിൻ്റെ സർക്കുലറാണ്. ഈ വായിക്കുന്ന സർക്കുലർ തയ്യാറാക്കിയിട്ടുള്ളത് യോഹന്നാൻ മാർ തയഡോഷ്യസ് പിതാവാണ്. മൂവാറ്റുപുഴ മലങ്കര രൂപതയുടെ മെത്രാനായ അദ്ദേഹമാണ് മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന തലത്തിലുള്ള കമ്മീഷൻ്റെ ചെയർമാൻ. ഇന്നത്തെ എല്ലാ കുർബാനകളിലും വായിക്കാൻ വേണ്ടി അയച്ചു തന്നിട്ടുള്ള ആ പ്രത്യേകമായ സർക്കുലറിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കട്ടെ. വന്ധ്യവൈദികരെ, സന്യസ്തരെ, മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, കേരള കത്തോലിക്ക സഭ മാർച്ച് 23 മദ്യ ലഹരി വിരുദ്ധ ഞായറാഴ്ചയായി ആചരിക്കുകയാണ്. സമൂഹത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മദ്യ രാസ ലഹരികളെക്കുറിച്ച് സഭയായി ചർച്ച ചെയ്യുന്നതിനും ഈ മഹാവിപത്തിനെ ഫലപ്രദമായി നേരിടുന്നതിനും തരണം ചെയ്യുന്നതിനുമുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയുമാണ് ഈ മദ്യവിരുദ്ധ ഞായർ എന്നതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. മദ്യലഹരി വിരുദ്ധ സഭയും സമൂഹവും എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 27 വർഷമായി KCBC മദ്യലഹരി വിരുദ്ധ സമിതി പ്രവർത്തിച്ചു വരികയാണ്. മാരകമായ രാസ ലഹരിയുടെയും മദ്യത്തിൻ്റെയും നീരാളി പിടുത്തത്തിലാണ് ഇത് നമ്മുടെ കേരളം. എവിടെയും മദ്യവും മയക്കുമരുന്നുകളും സുലഭം. ഇവയ്ക്ക് അടിമപ്പെടുന്നവരുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നു. മദ്യത്തിൻ്റെയും രാസലഹരിയുടെയും ഉപഭോഗം വഴി മനുഷ്യർ ക്രൂരരും അക്രമാസക്തരും അപഹാസ്യരുമായി തീരുന്നു. അതോടൊപ്പം കുടുംബങ്ങളിൽ സമാധാനമില്ലാതാകുന്നു, അധ്വാന ഫലം ചോർന്നു പോകുന്നു, സമ്പാദ്യങ്ങൾ നശിക്കുന്നു, അനുഗ്രഹം അന്യമാകുന്നു, കുടുംബങ്ങൾ അനാഥങ്ങളാകുന്നു, ബന്ധങ്ങൾ തകരുന്നു, ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, ധാർമ്മികതയ്ക്ക് വിലയില്ലാതാകുന്നു, സ്വന്തം ഭവനത്തിൽ പോലും സ്വന്തപ്പെട്ടവർക്ക് പേടിച്ച് കഴിയേണ്ട ദുരവസ്ഥ. ചുരുക്കത്തിൽ സമൂഹത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന സാമൂഹ്യ തിന്മയായി മദ്യരാസ ലഹരി ഉപയോഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു. തുടർഭരണം നേടിവരുന്ന സർക്കാരുകൾ പണം കണ്ടെത്തുന്ന കുറുക്കു വഴിയാണ് മദ്യവിൽപ്പനയും മദ്യനിർമ്മാണവും. ബാറിൻ്റെയും ബിവറേജ് ഔട്ട്ലെറ്റുകളുടെയും എണ്ണം വർദ്ധിപ്പിച്ചതും IT പാർക്കുകളിൽ ബാറും പബ്ബും ആരംഭിച്ചുകൊണ്ടും അവസാനമായി പാലക്കാട് എലിപ്പുള്ളിയിൽ സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറിക്ക് അനുമതി നൽകിയും നമ്മുടെ നാടിനെ മദ്യലഹരിയിൽ മുക്കിക്കൊല്ലാനുള്ള അണിയറ ഒരുക്കങ്ങൾ നടക്കുകയാണ്. മറുവശത്ത് പൊതുജനം ശാരീരികമായും മാനസികമായും തകർന്നുകൊണ്ടിരിക്കുന്നു. സർക്കാരിൻ്റെ തന്നെ പദ്ധതിയായ അമൃതം ആരോഗ്യം എന്നതിലൂടെ 10 ലക്ഷത്തിലധികം പേരാണ് പുകയില ഉപയോഗം വഴി ഉണ്ടായിട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ 2ാം ഘട്ടത്തിൽ 23 ലക്ഷം പേർക്കാണ് ചികിത്സ നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. കേരളം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടെ നാം കാണുക. നമ്മുടെ നാടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ലഹരി മാഫിയകൾ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. കേവലം 18 വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ കുട്ടി ഗുണ്ടാ സംഘങ്ങൾ ലഹരിക്ക് അടിപ്പെട്ട് ചേരി തിരിഞ്ഞുള്ള ആക്രമണങ്ങൾ ഇവിടെ നടമാടുമ്പോഴും അധികാരികളുടെ കണ്ണുകൾ അടഞ്ഞു തന്നെ കിടക്കുന്നു. കേരളത്തിൽ അതിവേഗം വളർന്നു വരുന്ന മദ്യരാസ ലഹരി മാഫിയയെ അമർച്ച ചെയ്യുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല. ഒന്നാമതായി
രാസലഹരിയുടെ ദോഷഫലങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. 5ാം ക്ലാസ് മുതൽ കോളേജ് തലം വരെയുള്ള ക്ലാസ്സുകളിൽ ഇതിൻ്റെ തിക്തഫലങ്ങൾ വിശദമായി പഠിപ്പിക്കണം. സംസ്ഥാന അതിർത്തികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും നിരീക്ഷണം ശക്തമാക്കണം. കേരളത്തിലേക്ക് തൊഴിൽ തേടി പുറത്തുനിന്ന് വരുന്നവരെ സമ്പൂർണ്ണ പരിശോധനയ്ക്ക് വിധേയരാക്കണം. നമ്മുടെ മതബോധന ക്ലാസ്സുകളിൽ ഈ വിഷയം ഗൗരവമായി പഠിപ്പിക്കണം. കേരള ഹൈക്കോടതിയുടെ അഭിപ്രായത്തിൽ യുവതലമുറയെയും പൊതുജനങ്ങളുടെ ആരോഗ്യത്തെയും തകർക്കുന്ന ആഗോള പകർച്ചവ്യാധിയാണ് മദ്യവും രാസലഹരികളും. നാടിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയും അതിൻ്റെ ബഹുവിധ സംവിധാനങ്ങളെയും ഇത് നശിപ്പിക്കുന്നു. മദ്യലഹരിയുടെ വിപണനത്തിനും ഉപയോഗത്തിനും ശാശ്വത പരിഹാരം കാണുവാനും സഭയ്ക്കും സഭയിലെ എല്ലാ വിശ്വാസികൾക്കും കടമയുണ്ട്. മാരകമായ ഈ വിപത്ത് സംബന്ധിച്ച് വിശ്വാസികൾ ബോധ്യമുള്ളവരാകണം. കൂട്ടായ പ്രാർത്ഥനകളും ബോധവൽക്കരണവും മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഇടവകകളിലും കുടുംബങ്ങളിലും നടത്തണം. കത്തോലിക്ക സഭയുടെ മതബോധനം അനുസരിച്ച് ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യവും ജീവിതവും നശിപ്പിക്കുന്നു. രാസലഹരിയുടെ വിനാശകരമായ പാർശ്വഫലങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: മയക്കുമരുന്ന് കച്ചവടക്കാർ മരണസംസ്കാരത്തിൻ്റെ വ്യാപാരികളാണ്. ചുരുക്കത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപഭോഗത്തെ എതിർക്കുകയും സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുകയും ചെയ്യുക എന്നത് ഓരോ ക്രൈസ്തവൻ്റെയും ധർമ്മമാണ്. ഈ വിഷയത്തിൽ സഭയും സമൂഹവും അനുഭവിക്കുന്ന വെല്ലുവിളികളെ നേരിടാനും ഫലപ്രദമായി പരിഹാരം കണ്ടെത്തുവാനുമായി KCBCയുടെ വിവിധ കമ്മീഷനുകൾ എല്ലാ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേരള സഭയിലെ എല്ലാ ആത്മായ പ്രസ്ഥാനങ്ങളും സംഘടനകളും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകണം. മദ്യലഹരി വിരുദ്ധ ഞായർ ആചരിക്കുന്ന ഇന്നേ ദിവസം സഭയുടെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും മദ്യരാസലഹരിയിൽ സഭാമക്കൾ ഉൾപ്പെടാതിരിക്കുകയും വേണം. മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുക, മദ്യരാസലഹരിക്ക് അടിമപ്പെടുന്നവരെ ചികിത്സിക്കുക, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നീ ത്രിമാന പരിപാടികളിലൂടെ സമ്പൂർണ്ണ വിമോചനം നേടിയെടുക്കുവാനും സാമൂഹ്യ വിപത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ ശക്തമാക്കുവാനും ഈ മദ്യരാസലഹരിയുടെ ഈ ഞായർ ആചരണം സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ലക്ഷ്യം നേടിയെടുക്കാൻ കൂട്ടായി പ്രവർത്തിക്കണം. മാർച്ച് 23 ഞായറാഴ്ച സ്വീകരിക്കുന്ന സ്തോത്രക്കാഴ്ച ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അതിരൂപത കേന്ദ്രത്തിൽ നൽകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ബിഷപ്പ് യോഹന്നാൻ മാർ തെയോഡോഷ്യസ്, ചെയർമാൻ KCBC മദ്യ ലഹരി വിരുദ്ധ സമിതി. സ്നേഹമുള്ളവരെ, അഭിവീത പിതാവിൻ്റെ വചസ്സുകളാണ് നമ്മൾ കേട്ടത്. ഏതാനും വർഷങ്ങളായി മദ്യവിരുദ്ധ ഞായർ ആചരിക്കുമ്പോൾ ഇങ്ങനൊരു പ്രത്യേക സർക്കുലർ ഇതിനു മുമ്പും പള്ളിയിൽ വായിച്ചിട്ടുള്ളത് നിങ്ങളും കേട്ട് കാണുമല്ലോ. എൻ്റെ കയ്യിലുള്ളത് ഏതാനും ഇടയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. എല്ലാം വായിക്കാനൊന്നുമില്ല. 1.25 നൂറ്റാണ്ട് മുൻപ് ചങ്ങനാശ്ശേരിയും തൃശ്ശൂരും വികാരിയാത്തുകളായി സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആദ്യത്തെ മെത്രാന്മാരായി തൃശ്ശൂർ അഡോൾഫ് എഡ്വിൻ മെഡലിക്കോട്ടും ചങ്ങനാശ്ശേരിയിൽ ലവീഞ്ഞത് പേരുള്ള ഒരു വിദേശി ആണ് നിയമിക്കപ്പെട്ടത്. ഈ 2 പിതാക്കന്മാരും, പ്രത്യേകിച്ച് ലവീഞ്ഞിന് ശേഷം വന്ന തോമസ് കുര്യാളശ്ശേരി എന്ന മെത്രാനും, അവരവരുടെ കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള ഞായറാഴ്ചകളിൽ വികാരി അച്ഛന്മാർ വായിച്ച് വിശ്വാസികൾക്ക് മുൻപാകെ വിശദീകരിച്ച് കൊടുക്കണമെന്നുള്ള അടിക്കുറിപ്പോടുകൂടി വിരചിച്ച് വിളംബരപ്പെടുത്തിയ ലഹരി വിരുദ്ധമായ പ്രബോധനങ്ങൾ സഭയുടെ ചരിത്രത്തിലുണ്ട്. ഒരുപക്ഷെ ഏറ്റവും പഴക്കമുള്ള കേരള സഭ കണ്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രബോധനം അത് ഉദയംപേരൂർ സൂനകദോസിൻ്റെയാണ്.
1599 ഉദയംപേരൂർ സൂനകദോസ് തൃപ്പൂണിത്തറ അടുത്തുള്ള ഇന്നും നിലവിലുള്ള ഒരു സ്ഥലമാണ്, ഇടവകയാണ് ഉദയംപേരൂർ ഡയംബർ എന്ന് പറയുന്നത്. 1599 ഉദയംപേരൂർ സൂനകദോസിൻ്റെ പ്രമാണരേഖകളിൽ അതിൻ്റെ 16-ാമത്തെ നമ്പറിൽ കൃത്യമായി, അന്ന് പ്രധാനമായും മദ്യമാണ്, മയക്ക് വസ്തുക്കൾ എന്നുള്ള പ്രയോഗം അവിടെ കാണുന്നില്ല നമ്മൾ. അന്നത്തെ ലഹരി മദ്യത്തിൻ്റെയാണ്. അത് ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതും വിൽക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും ദേശവിരുദ്ധമായ കാര്യങ്ങളായി, സഭാവിരുദ്ധമായ കാര്യങ്ങളായി വിശ്വാസികൾ കണക്കാക്കണമെന്ന് അതിശക്തമായ ഭാഷയിൽ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ പലരും കേൾക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സഭയുടെ പഠനങ്ങൾ ഒരുപക്ഷെ സഭ തന്നെ തമസ്കരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാറുണ്ട്. മിണ്ടാണ്ടിരിക്കുന്നതും അതിൻ്റെ തെളിവാണല്ലോ. തോമസ് കുര്യാളശ്ശേരി പിതാവ്, അദ്ദേഹം 1925 മരിച്ചത്. എന്നുവെച്ചാൽ 100 കൊല്ലം മുൻപ് അദ്ദേഹം എഴുതിയ ഏതാനും ഇടയലേഖനങ്ങളിൽ ഒരു ഭാഗം മാത്രം ഞാനൊന്ന് വായിക്കുകയാണ്, ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട്. ഇത് ഇന്നുള്ള ചങ്ങനാശ്ശേരിക്കാർ പോലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഒറ്റ ഭാഗം മാത്രം. മദ്യപാനം അനവധി നാശങ്ങളെ വരുത്തി വയ്ക്കുന്നുവെന്നും തന്മൂലം സമുദായ അഭിവൃദ്ധിക്കും കുടുംബരക്ഷയ്ക്കും ഓരോ കുടുംബത്തിലെ അംഗങ്ങളുടെ സാക്ഷാലുള്ള സമാധാനത്തിനും ഹാനി വരുന്നുവെന്നും മദ്യപാന നിമിത്തം ആത്മനാശം, ദ്രവ്യനാശം, കഠിന രോഗം, കൊലപാതകം എന്നു വേണ്ട സർവ പ്രമാണങ്ങളുടെ ലംഘനവും സകല തിന്മകളും അക്രമങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്നും നാം, അന്നത്തെ ഭാഷ നാം സൂക്ഷ്മമായി അറിയുന്നത് പോലെ തന്നെ നിങ്ങളേവരും ഇത് ഗ്രഹിച്ചിരിക്കേണ്ടതുമാണ്. സകല തിന്മകളുടെയും കാരണമായ ഈ പൈശാചിക വ്യാധി ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് നീക്കേണ്ടത് നമ്മുടെ പ്രധാന ചുമതലകളിൽ ഒന്നായിരിക്കയാൽ മദ്യപാനം എന്ന ഈ മഹാദുർഗുണത്തെക്കുറിച്ച് ഓരോ പള്ളിക്കും നാം അയച്ചിട്ടുള്ള കൽപ്പന സ്നേഹിക്കപ്പെട്ട നമ്മുടെ മക്കളായ വിശ്വാസികൾ ഏവരും അറിഞ്ഞിട്ടുള്ളതാണല്ലോ. സമുദായത്തിൻ്റെയും ഓരോ കുടുംബത്തിൻ്റെയും രക്ഷയെയും ഐശ്വര്യത്തെയും മാത്രം ഉദ്ദേശിച്ച് നാം പരസ്യം ചെയ്തിട്ടുള്ള ആ കൽപ്പന എല്ലാവരും ശരിയായി കാക്കുന്നതിനും എപ്പോഴും ഊർജിതത്തിൽ ഇരിക്കുന്നതിലേക്കായി വന്ധ്യ സഹോദരരായ ബഹുമാനപ്പെട്ട വികാരിമാരും അസ്തേന്ത്യമാരും ശേഷം വൈദികരും നമ്മുടെ വാത്സല്യ മക്കളായ വിശ്വാസികളും മനസാക്ഷിയോടുകൂടി പ്രവർത്തിക്കേണ്ടതാണെന്ന് നാം വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വിശേഷിച്ചും യാതൊരു വക അടിയന്തിരങ്ങളിലും സദ്യകളിലും ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുകയാവട്ടെ ആവശ്യപ്പെടുകയാകട്ടെ ചെയ്തുകൂടാ എന്നും ബഹുമാനപ്പെട്ട വൈദികർ മേൽപ്രകാരമുള്ള സദ്യകളിൽ സംബന്ധിച്ചു പോകരുതെന്നും നാം വിരോധിച്ചിരിക്കുന്നു. കൂടാതെ മദ്യപാന ആസക്തിയെ വർദ്ധിപ്പിക്കത്തക്കതായ യാതൊരു കാര്യത്തിലും ഏതെങ്കിലും വിധത്തിലുള്ള സഹകരണമോ സഹായമോ നമ്മുടെ വിശ്വാസികളിൽ ആരും ചെയ്യാതിരിപ്പാൻ നമ്മുടെ സഹോദരന്മാരായ ബഹുമാനപ്പെട്ട പട്ടക്കാർ പ്രത്യേകം ജാഗരൂകരായിരിക്കണമെന്നും നാം പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ രൂപതയുടെ 1-ാമത്തെ മെത്രാൻ നമുക്കറിയാവുന്നതുപോലെ അഡോൾഫ് എഡ്വിൻ മെഡലിക്കോട്ടാണ്. തൃശ്ശൂർ സെയിൻറ്റ് തോമസ് കോളേജിൻ്റെ സ്ഥാപകൻ അദ്ദേഹമാണ്. അദ്ദേഹം ഇവിടെ നിയമിക്കപ്പെട്ട് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ വരുന്നത് 1887 ഡിസംബർ 18-നാണ്.
1891 മീനമാസം 14 അദ്ദേഹം എഴുതിയ ഒരു ഇടയലേഖനത്തിൻ്റെ കോപ്പികൾ മധ്യവിരുദ്ധ സമിതിയുള്ള ഇടവകളിൽ സാധാരണ വിതരണം ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് പലർക്കും അത് കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ആ ഇടയലേഖനത്തിൻ്റെ ഒറ്റ ഭാഗം കൂടി ഞാനിവിടെ നിന്ന് അനുസ്മരിപ്പിക്കുകയാണ്. ഇത് തൃശ്ശൂരിൻ്റെ ഒന്നാമത്തെ മെത്രാനായ അഡോൾഫ് എഡ്വിൻ മെഡലിക്കോട്ട് തിരുമേനി 1891 മീനമാസം 14 വിരചിച്ച് വിളംബരപ്പെടുത്തിയതാണ്. എല്ലാ പള്ളികളിലും ഞായറാഴ്ച വികാരിമാർ വിശ്വാസികളുടെ മുൻപാകെ വായിച്ച് വിശദീകരിച്ച് കൊടുക്കണം എന്നുള്ള അടിക്കുറിപ്പോടുകൂടി തയ്യാറാക്കി ഔദ്യോഗികമായ നമ്മുടെ പ്രഥമ മെത്രാൻ്റെ പ്രബോധനമാണിത്. അവസാനത്തെ ഒരു ഭാഗം ഞാൻ വായിക്കുന്നുള്ളൂ. ഒരുത്തൻ മദ്യം വിൽക്കുന്നതായാൽ 10 രൂപ, ഇത് 100 കൊല്ലം മുമ്പാന്ന് ഓർക്കണം, 100 അല്ല, ഒരു 120 കൊല്ലങ്ങൾക്ക് മുൻപ് 10 രൂപ അവനെ കൊണ്ട് സ്വന്തം പള്ളിക്ക് പിഴയായി കെട്ടിക്കുകയും അവൻ്റെ അടിയന്തിരങ്ങളെ മുടക്കുകയും ശേഷം പേരുടെ അടിയന്തിരത്തിൽ നിന്ന് പിരിച്ചു നിർത്തുകയും കടശി 2 മാസത്തെ പരസ്യമായ പ്രായശ്ചിത്തം എടുപ്പിക്കുകയും വേണം. പരസ്യമായി മദ്യം സേവിച്ച് ഉതപ്പാകുവാൻ തക്ക വിധത്തിൽ നടക്കുന്നവരോട് ഈ പരസ്യത്തിൻ്റെ ശേഷം 1 പ്രാവശ്യം ബഹുമാനപ്പെട്ട വികാരി തക്ക ഗുണദോഷം പറഞ്ഞു കൊടുക്കണം. പിന്നെയും ഇപ്രകാരം കുറ്റക്കാരനായി അറിയപ്പെട്ടാൽ കൊള്ളാവുന്ന ഏതാനും യോഗക്കാരുടെ മുൻപാകെ വെച്ച് വിചാരണ കഴിച്ച ശേഷം ഇങ്ങനെയുള്ളവനെ സകല അടിയന്തരങ്ങളും മുടക്കി നിർത്തുകയും ബഹുമാനപ്പെട്ട വികാരി അവൻ്റെ കുറ്റം തീർക്കും മുമ്പ് 1 മാസത്തെ പരസ്യമായ പ്രായശ്ചിത്തം എടുപ്പിക്കുകയും വേണം. വീണ്ടും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നതായാൽ പരസ്യ ദോഷക്കാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയും ഏത് ശിക്ഷയ്ക്കും യോഗ്യനായി തീരുകയും ചെയ്യുന്നു. ഒറ്റ കാര്യം ചിന്തിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഈ ഇടയലേഖനങ്ങളുടെ ഭാഗങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. എത്ര ഗൗരവത്തോടു കൂടിയാണ് നമ്മുടെ സഭ ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത്. പലരും ക്രിസ്തു മതം എന്ന് കേൾക്കുമ്പോൾ പാശ്ചാത്യ സഭയെക്കുറിച്ചാണ് ഓർക്കുക. പ്രത്യേകിച്ച് ഒരുപാട് മിഷണറിമാർ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒരു കാലത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടും ലത്തീൻ സഭ അവരുടെ പാരമ്പര്യം കൂടുതലും അനുകരിക്കുന്നത് ഈ പാശ്ചാത്യ സംസ്കാരത്തെ ആയിരുന്നു എന്നുള്ളത് കൊണ്ടും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ മദ്യപാനത്തെ കണക്കാക്കുന്ന കുറേ ആളുകളുണ്ട്. കേരള സഭ ഒരു കാലത്തും അതിനനുവദിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. കഴിഞ്ഞ 5 നൂറ്റാണ്ട് കാലത്തെ ചരിത്ര പ്രബോധനങ്ങൾ ഒന്ന് കണ്ണുപിടിച്ചാൽ ഈ കാര്യം നമുക്ക് ആർക്കും ബോധ്യമാകാവുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ സർക്കാരും അവരുടെ വക്താക്കളും മദ്യപാനത്തെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ കൂട്ടത്തിൽ മഹാഭൂരിപക്ഷം പേരും അതൊക്കെ നിശബ്ദമായി സ്വീകരിക്കുകയും കുറേ ആളുകൾ അതിനെ അനുകൂലിക്കുകയും ചെയ്യുമ്പോഴും സഭയ്ക്ക് നിശബ്ദയായിരിക്കാൻ പറ്റില്ല. നമ്മുടെ മക്കളുടെ ഇപ്പോഴത്തെ സ്ഥിതി, ഇത് ഞാനാണോ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്കിലും ഈ ദിവസത്തെ ഒരു കൂടിയാലോചനയ്ക്ക് അതിൻ്റെ പിന്നിൽ ഇങ്ങനെ പ്രത്യേക ഒരു ആഹ്വാനം ഉള്ളത് കൊണ്ട് 1-2 കാര്യങ്ങളൊന്ന് പറയാലോ. നമ്മുടെ ഇടവകയിൽ ഉപവി സന്യാസി സമൂഹത്തിൻ്റെ 3 സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് വല്ലവർക്കും പരിചയമുള്ള ഒരു സിസ്റ്റർ കഴിഞ്ഞ ഞായറാഴ്ച പുത്തൻപള്ളിയിൽ, തൃശ്ശൂർ വ്യാകുല മാതാവിൻ്റെ പുത്തൻപള്ളിയിൽ പള്ളിക്കൈക്കാരന്മാർ, ഏകോപന സമിതിയുടെ സംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, മതാധ്യാപകർ, ഇങ്ങനെയുള്ളവരെല്ലാം ചേർന്ന് ഒരു സെമിനാർ നടത്തി. അർദ്ധദിന സെമിനാർ കഴിഞ്ഞ ഞായറാഴ്ച. ഒരു ക്ലാസ് ഞാനാണ് എടുത്തത്. മെഡലിക്കോട്ട് മെത്രാൻ്റെ ഇന്ത്യയും തോമസ് അപ്പസ്തോലനും എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട്. 2ാമത്തെ ക്ലാസ് എടുത്തത് ഉപവി സന്യാസിനി സമൂഹത്തിലെ അംഗമായ ചിറ്റിശ്ശേരി മഠത്തിലുള്ള
ജിസ് തെരേസ് എന്നൊരു സിസ്റ്ററാണ്. നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ ആ സിസ്റ്ററുടെ പ്രവർത്തനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ഞാനൊരു ചെറിയ നിർദ്ദേശം പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ 16 വർഷങ്ങളായി ആ സഹോദരി ഔറ എന്നൊരു പ്രത്യേക സ്ഥാപനം സമാരംഭിച്ച് അതിന് നേതൃത്വം കൊടുക്കുകയാണ്. 6000-ഓളം കുട്ടികളെ അവരവിടെ കൊണ്ടുപോയി പാർപ്പിച്ച് 3 ദിവസത്തോളം ദീർഘിക്കുന്ന ക്യാമ്പിൽ പങ്കെടുപ്പിച്ച്, ആരാണ് ഈ 6000-ഓളം കുട്ടികളെന്നല്ലേ, ഓരോ സ്കൂളിലും പ്രശ്നക്കാരായി അധ്യാപകർ കണക്കാക്കി പലപ്പോഴും അങ്ങോട്ട് മാറ്റി നിർത്താറുള്ള ഒരു ക്ലാസ്സിൽ ശല്യക്കാരാന്ന് അങ്ങനെ കണക്കാക്കിയിരുന്ന അത്തരം കുട്ടികളെ മാത്രം തെരഞ്ഞു പിടിച്ച് 6000-ഓളം പേര്, ഒരുപക്ഷെ എല്ലാവരും രക്ഷപ്പെട്ടിട്ടില്ലായിരിക്കാം, ഒരുപാട് പേർക്ക് രക്ഷയുടെ, വിമുക്തിയുടെ, സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷം അവർ പങ്കുവെച്ചു. തൻ്റെ ക്ലാസ്സിൽ ആ സിസ്റ്റർ പറഞ്ഞ ഒറ്റ വാചകം, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ആ വാചകം എങ്ങനെയാണ്: അവർ കയറി ചെന്നിട്ടില്ലാത്ത ഒരു പള്ളിക്കൂടവും നമ്മുടെ അതിരൂപതയിലുണ്ടാവില്ല. പള്ളി സ്ഥാപനങ്ങൾ മാത്രമല്ല, സർക്കാരിൻ്റെ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ. അവർ പറയുമായിരുന്നു ഒറ്റ വാചകം: ഒരൊറ്റ കുട്ടി പോലും ലഹരിക്ക് കുറച്ചെങ്കിലും അടിമപ്പെട്ടിട്ടില്ല, ഇതുവരെയും ഒരു കുട്ടിയും അങ്ങനെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇല്ല എന്ന് പറയാൻ ഇന്ന് തൃശ്ശൂർ ജില്ലയിലുള്ള ഒറ്റ വിദ്യാലയത്തിനും കഴിയില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. ഞാൻ അതിന് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു വിശദീകരണം ചോദിച്ചു. കൂടുതൽ ശക്തമായി ഇതേ വാചകം അവർ ആവർത്തിച്ചു. 2 ആഴ്ച മുൻപ്, 2 ആഴ്ചയായിട്ടുള്ളൂ, ജവഹർ ബാലഭവനിൽ ജില്ലാ PTA സംഘടിപ്പിച്ച ഒരു ലഹരി വിരുദ്ധ സമ്മേളനം ഉണ്ടായിരുന്നു. ഒട്ടേറെ ചാനലുകാരും ഒരുപാട് മാധ്യമപ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെ പങ്കെടുത്തൊരു യോഗം. അതിൽ റിട്ടയർ ചെയ്ത ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇതേ വാചകം അവിടെ പങ്കുവെച്ചു. ഇതേ വാചകം. എന്ത്? ഏതാനും കുട്ടികളെങ്കിലും ലഹരിക്ക് കുറച്ചെങ്കിലും അടിമപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ഒരു വിദ്യാലയത്തിനും ഇന്ന് കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാരിൻ്റെ ഒരു കണക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്നത് ഇങ്ങനെയാണ്: തൃശ്ശൂർ ഉൾപ്പെടെ, അത് വലിയൊരു സംസ്ഥാന തലത്തിലുള്ള പഠനങ്ങളാണ്, 1051 കണക്ക് അവർ പറഞ്ഞ് ഇത്രയും വിദ്യാലയങ്ങൾ ഇന്ന് ലഹരി മാഫിയകളുടെ പിടിയിലാണെന്നാണ് അന്ന് പറഞ്ഞതെങ്കിൽ, ഇന്ന് ഞാൻ ഈ ഉദ്ധരിക്കുന്ന കണക്കുകൾ പറയുന്നത് ഒറ്റ വിദ്യാലയം പോലും പൂർണ്ണമായും ഇതിൻ്റെ കെടുതിയിൽ നിന്ന്, ഇതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് വിമുക്തമല്ല എന്നാണ്. സഭാമാതാവിന് തൻ്റെ മക്കളെക്കുറിച്ച് വലിയ ഉത്കണ്ഠയുണ്ട്. സഭാമാതാവിനുള്ളതിനേക്കാളും ഉത്കണ്ഠ ഈ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കളെ കുറിച്ചുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു മദ്യവിരുദ്ധ ഞായർ ഇന്ന് ആചരിക്കുമ്പോൾ ആ സന്ദേശം താല്പര്യത്തോടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷൻ തയ്യാറാക്കിയ ആ സർക്കുലറിൽ ഇതിങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. പാലക്കാട് അടുത്തുള്ള കഞ്ചിക്കൂട്ട് എലപ്പുള്ളി എന്ന പഞ്ചായത്തിലെ ഒരു ബ്രൂവറിക്ക് അനുവാദം കൊടുത്ത കാര്യവും സർക്കാർ വിമുക്തി എന്നും അമൃതം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മദ്യത്തിൻ്റെ ഉൽപ്പാദനം, നിർമ്മാണം, ഉപഭോഗം, വിതരണം, ഈ കാര്യത്തിൽ
ഇന്നും സർക്കാർ മുന്നോട്ട് തന്നെയാണ്. ഇത് ഉണ്ടാക്കുന്നതോ കൊടുക്കുന്നതുമായ ഏതെങ്കിലും സ്ഥാപനങ്ങൾ എണ്ണത്തിൽ കുറയ്ക്കാനല്ല, കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാനാണ് തത്രപ്പെടുന്നത്. അതിനെല്ലാം നിയമത്തിൻ്റെ പരിരക്ഷയും കൊടുക്കുകയാണ്. എത്ര പെട്ടെന്നാണ്, മണിക്കൂറുകൾക്കുള്ളിലാണ് എല്ലാ അധികാര വിവിധ സ്ഥാപനങ്ങളുടെയും അനുമതി പത്രങ്ങളൊക്കെ ശേഖരിച്ചത്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ഒരു യോഗത്തിൽ സംബന്ധിക്കാൻ പോയൊരു വ്യക്തിയാണ് ഞാൻ. അവിടെ വെച്ച് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഒറ്റ കണക്ക്, കൂടുതലല്ല. ആ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പേര് രേവതി എന്നാണ്. ഇത് പങ്കുവയ്ക്കുമ്പോൾ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ചിലരൊക്കെ ആശംസ പറയാമെന്ന് വേദിയിലുണ്ട്. 50-ൽ കുറയാതെ പോലീസ് സന്നാഹങ്ങൾ ചുറ്റുപാടുമുണ്ട്. ഇവരെങ്ങാനും വല്ല ആക്രമണം അഴിച്ചുവിട്ടാൽ പൊതുക്രമസമാധാനത്തെ പ്രതി ഒരുപാട് പേര് യൂണിഫോമിൽ തന്നെ വന്ന് ഹാജരായിട്ടുണ്ട്. ഇവർ പറയുകയായിരുന്നു, അല്ല, പുള്ളി എന്ന പഞ്ചായത്തിലാണല്ലോ ബ്രൂവറിക്ക് അനുവാദം കൊടുക്കുന്നത്. ഈ ബ്രൂവറിക്ക് അനുവാദം കൊടുത്താൽ ജല ദൗർലഭ്യം ഒന്നും ഉണ്ടാവില്ല, ഒക്കെ വെറുതെ മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കണതാണ് എന്ന് സർക്കാരിൻ്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സർക്കാരിൻ്റെ വക്താക്കൾ വരെ സന്നിഹിതരായിരുന്ന ഒരു സമ്മേളനത്തിൽ അവിടുത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞ ഒറ്റ കാര്യം അതിങ്ങനെയാണ്: കഴിഞ്ഞ 12 കുറേയേറെ കൊല്ലങ്ങളായി ഓരോ വർഷവും 12 ലക്ഷം രൂപയ്ക്കുള്ള വെള്ളം വാങ്ങിച്ച് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ് എലപ്പുള്ളി. കഴിഞ്ഞ കുറേയേറെ കൊല്ലങ്ങളായി ഓരോ വർഷവും 12 ലക്ഷം രൂപ പഞ്ചായത്ത് ചെലവഴിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാനാണ്. അവിടെ ഒരു ബ്രൂവറി വരിക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു ദ്രോഹം ആ തദ്ദേശവാസികളോട് ചെയ്യാനുണ്ടോ? എന്നിട്ട് മാധ്യമങ്ങളിലൂടെ പറയും ജലദൗർലഭ്യം ഒരു പ്രശ്നമല്ല. സ്ഥിതിവിവര കണക്കുകളനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരൾച്ച നേരിടുന്ന ജില്ലകളിൽ പ്രമുഖ സ്ഥാനമുണ്ട് പാലക്കാടിന്. 12 ലക്ഷം രൂപ വീതം ഓരോ കൊല്ലവും വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ ചെലവഴിക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്ഥാപനം വരുന്നതിലെ ജനദ്രോഹം എന്താണെന്ന് സർക്കാരിന് മനസ്സിലാവുമോ? ഞാൻ വേറെ ഒന്നും കൂടുതൽ പറയണില്ല. ഇതിനെക്കുറിച്ച് ശക്തമായൊരു നിലപാട് നമ്മുടെ മക്കളെ കരുതിയെങ്കിലും നമ്മുടെ കുടുംബങ്ങൾ സ്വീകരിക്കണം. ഇവിടെ 135 കുടുംബങ്ങളിൽ പെട്ടവർ പ്രതിജ്ഞയെടുത്ത് അവർക്കിന്ന് സർട്ടിഫിക്കറ്റൊക്കെ വിതരണം ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ഇതിൽ നിന്ന് ഒഴികഴിവുള്ളത്? ഒരുപക്ഷെ ഇന്ന് തന്നെ എല്ലാവരും ഇവിടെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചില്ലെങ്കിലും ഈ സഭയെ മാനിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇതിന് ബാധ്യതയുണ്ട് എന്ന കാര്യം മറക്കരുത്. ഇന്ന് ലേഖനം വായിച്ചതിൻ്റെ ആദ്യത്തെ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പൗലോസ്ലീഹ റോമാക്കാർക്കെതിരെ ഇന്ന് വായിച്ച ആദ്യത്തെ വാചകം ജഡികാഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്താനല്ല, ആത്മാവിൻ്റെ ഗുണങ്ങളെ പരിപാലിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിട്ടുള്ളത്. ജഡിക താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങൾക്ക് വശംവദരാകുക എന്നാണ് അർത്ഥം. എല്ലാ തിന്മകളെയും ദുഷ്കൃത്യങ്ങൾക്കും പ്രേരണ നൽകുന്ന അതിശക്തമായ ഘടകമാണ് മദ്യവും രാസലഹരി വസ്തുക്കളും. അവയോട് പ്രീണിപ്പിക്കുന്ന നയം, അയഞ്ഞ മനോഭാവം പുലർത്തിയാൽ നമ്മുടെ സ്ഥിതി ഇന്നത്തേക്കാൾ എത്രയോ ശോചനീയമായി തീരും. നമുക്ക് ഈ കാണുന്ന ശരീരം മാത്രമല്ല, ഒരു ആത്മാവുണ്ട്.
ആ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധി എന്നുള്ളത് നൊയിമ്പുകാലായതുകൊണ്ട് നമുക്കത് കൂടുതൽ മനസ്സിലാകുമെന്ന് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈസ്റ്റർ കഴിഞ്ഞാലും ശരീരത്തെ ഹനിക്കുന്ന, ആത്മീയ ജീവിതത്തെ തകർക്കുന്ന, നമ്മുടെ കുടുംബ സമാധാനത്തെ ഭത്സിക്കുന്ന, നമ്മുടെ പൊതു ക്രമ സമാധാന അന്തരീക്ഷത്തെ താറുമാറാക്കുന്ന ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെ ഈ ഞായറാഴ്ച മാത്രമല്ല, എക്കാലവും എന്നും നമുക്കൊരു ജാഗ്രതയുണ്ടാകണം. അതാണ് സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 34-6 വരെയുള്ള തിരുവചനങ്ങൾ, ആ അധ്യായത്തിൻ്റെ അവസാനത്തിൽ കർത്താവ് തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് നൽകിയൊരു ഉപദേശത്തിൽപ്പെട്ടതാണ് ഇത്. ജാഗ്രത പാലിച്ചോളോ, ജാഗരൂകരായിരുന്നോളോ. ജഡികാസക്തി, ആ പേര് നമ്മൾ കണ്ടു. മദ്യാസക്തി, നമ്മളത് കണ്ടു. ജീവിത വ്യഗ്രത, നമ്മൾ ആ വാക്ക് കേട്ടു. അവിടുന്ന് പറയുന്നു, ഇതെല്ലാം കെണികളാണ്. മദ്യാസക്തി ഒരു കെണിയാണ്. നീ ഏത് നിമിഷവും അതിൽ പെട്ടുപോകാനിടയുണ്ട്. അതുകൊണ്ട് സദാ പ്രാർത്ഥിച്ചുകൊണ്ട്, സർക്കുലറിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, കൂട്ടിച്ചേർക്കട്ടെ, പ്രവർത്തിച്ചുകൊണ്ട് ഈ തിന്മകൾക്കെതിരെ സദാ ജാഗരൂകരായിരിക്കുവിൻ എന്നുള്ള കർത്താവിൻ്റെ ഉപദേശം, സഭാമാതാവിൻ്റെ ആഹ്വാനം നമുക്ക് ചെവിക്കൊള്ളാം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ ശുഷ്കാന്തി ഉള്ളവരാകാം. നമ്മുടെ കുടുംബങ്ങളിൽ മുതിർന്ന തലമുറ ഒരു കാരണവശാലും ദുർമാതൃക കൊടുക്കുന്നവർ ആകാതിരിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഭാരതത്തിൻ്റെ ജനസംഖ്യയിൽ 3% ഉള്ളൂ കേരളീയർ. ഭാരതത്തിൻ്റെ ജനസംഖ്യയിൽ 3% ഉള്ളൂ മലയാളികൾ, കേരള ജനത. പക്ഷേ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മദ്യവും വിറ്റഴിക്കപ്പെടുന്ന മയക്കുവസ്തുക്കളും അവയുടെ 30% ഉപയോഗിച്ച് തീർക്കുന്നത് ഇന്ന് കേരളത്തിലാണ്. വെറും 3% മാത്രം വരുന്ന കേരള ജനത ഭാരതത്തിലുണ്ടാകുന്ന 30% മദ്യവും മയക്കുമരുന്നുകളും ഉള്ളിലാക്കുന്നു. എത്ര ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണിത്. ഒറ്റ കണക്ക് കൂടെ, ലഹരി പദാർത്ഥങ്ങളുടെ വിപണനത്തിൽ വന്നിട്ടുള്ള അതിൻ്റെ തോതിൻ്റെ വർധനവിനെക്കുറിച്ച് പറയുകയാണ്. കഴിഞ്ഞ 5-10 വർഷങ്ങൾക്കുള്ളിൽ 360% വർധനയാണ് ഈ മദ്യ രാസ ലഹരി പദാർത്ഥങ്ങളുടെ വിതരണത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. 360% വളർച്ച. ഏതെങ്കിലും മേഖലയിൽ 360 പോട്ടെ, അതിൻ്റെ ഏതെങ്കിലും 7 അയൽപ്പക്കത്തൊരു വർധന, ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മുടെ സ്ഥിതി, കുർബാനയിൽ തന്നെ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്, എത്ര ദുർഭഗം, ഞാൻ എത്ര ബലഹീനനായ മനുഷ്യൻ, അശുദ്ധങ്ങളായ അധരങ്ങൾ ഉള്ളവരുടെ കൂടെ വസിക്കുന്ന എൻ്റെ സ്ഥിതി എത്ര പരിതാപകരം. നമ്മളിങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കൾ എത്ര ബലഹീനരാണ്. അടുത്ത തലമുറ എവിടേക്കാണ് മുന്നോട്ട് പോകുന്നത്? ഈ നല്ല ദിവസം പ്രത്യേകിച്ച് നമ്മൾ വായിച്ച സർക്കുലറിൻ്റെ വെളിച്ചത്തിൽ ഈ ദിനാചരണത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളണമേ എന്നും, ഇവിടെ നിന്ന് മദ്യവിമുക്ത കുടുംബങ്ങളുടെ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ, ആ സർട്ടിഫിക്കറ്റ് വിതരണം ഇവിടെ നടക്കുമ്പോൾ, ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് സമാനമായ മറ്റൊരു മുഹൂർത്തം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും അതിന് മുൻപന്തിയിലുണ്ടാകും എന്നുള്ളൊരു താല്പര്യം കൂടി നിങ്ങളിൽ ഉരുവാക്കപ്പെടട്ടെ എന്നുകൂടി ആഹ്വാനം ചെയ്തുകൊണ്ട്, ബഹുമാനപ്പെട്ട അച്ഛനോടും ഇവിടുത്തെ മദ്യവിരുദ്ധ സമിതിയോടും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും വ്യക്തിപരമായും അതിരൂപത മദ്യവിരുദ്ധ സമിതിയുടെ പേരിലും പ്രകാശിപ്പിക്കുക കൂടി ചെയ്തുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ.